നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, LGS കമ്പനി ബോർഡ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികകളിലേക്ക് ഓരോ ജില്ലയിലും എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യവും നമ്മുടെ നിലവിലുള്ള റിപ്പോർട്ടഡ് വേക്കൻസീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയൊക്കെ വേക്കൻസികളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള PSC നോട്ടിഫിക്കേഷൻസും ക്ലാസ്സും എല്ലാം നമ്മുടെ ചാനൽ മുഖാന്തരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ PSCയുടെ അപ്ഡേറ്റഡ് വേക്കൻസീസും അതുപോലെ തന്നെ ബാക്കി അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകളുടെ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് നിലവിലിപ്പോൾ 111 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മാത്രമല്ല നിലവിൽ ഇനി 300-ൽ കൂടുതൽ വേക്കൻസികൾ നമുക്ക് നിലവിൽ ലോഡിംഗ് ആണ്. എന്ന് വെച്ചാൽ 300-ൽ കൂടുതൽ വേക്കൻസികൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 400-450ഓളം വേക്കൻസികൾ നമുക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ APOയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഇന്നലെ നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇനിയും വരാനുണ്ട്, ഇടുക്കിയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെയുള്ള റിപ്പോർട്ടഡ് വേക്കൻസീസ് എത്രയാണ് എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിലവിൽ ഇതുവരെ റിപ്പോർട്ടഡ് വേക്കൻസീസ് വന്നിട്ടുള്ളത് 7 വേക്കൻസികളാണ്. എറണാകുളത്ത് 9 വേക്കൻസി, കോഴിക്കോട് 4 വേക്കൻസി, കാസർഗോഡ് 2 വേക്കൻസി. കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയ കണക്ക് ഇത് ഇനിയും കൂടും കേട്ടോ. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയൊക്കെ വേക്കൻസികൾ ഇനിയും കൂടും. ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് 25 എണ്ണമാണ്. അതുപോലെ കൊല്ലത്താണെങ്കിൽ 19, പത്തനംതിട്ടയിലാണെങ്കിൽ 96, കോട്ടയത്താണെങ്കിൽ 15, ഇടുക്കിയാണെങ്കിൽ 150 വേക്കൻസികൾ പോയിട്ടുണ്ട്. എറണാകുളത്താണെങ്കിൽ 53, തൃശ്ശൂരാണെങ്കിൽ 50 ആണ്. പാലക്കാട് 118 വേക്കൻസികളാണ്. മലപ്പുറത്ത് 19, കോഴിക്കോട് 26, വയനാട് 133, കണ്ണൂരാണെങ്കിൽ 26, കാസർഗോഡ് 19. അപ്പൊ ഇതാണ് നമ്മുടെ നിലവിലത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസികളുടെ ഈ ഒരു എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള അഡ്വൈസിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. റിപ്പോർട്ടഡ് വേക്കൻസികൾ ഇനിയും എന്തായാലും കൂടുതൽ തന്നെ ചെയ്യും. ലാസ്റ്റ് അഡ്വൈസും അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് വരുന്നതും ഏകദേശം ഈ ഒരു നമ്പറിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കണക്ക്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് എഴുതിയവർക്ക് മെയിൻ പരീക്ഷ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 9-നാണ് നിങ്ങളുടെ മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോവുക. അതിന് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ LGS കമ്പനി ബോർഡ് കാറ്റഗറി നമ്പർ 609/2021 ആണ് LGSന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നമുക്കറിയാം 75.57 ആയിരുന്നു. ഷോർട്ട് ലിസ്റ്റിനകത്ത് 57,756 പേരാണുള്ളത്. റിപ്പോർട്ടഡ് വേക്കൻസീസ് എന്ന് പറയുന്നത് 649 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എക്സാമിനേഷൻ ഡേറ്റ് മെയ് 17 ആണ്. മെയ്യിൽ ഒരുപാട് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. മെയ് 17-ാം തീയതിയാണ് കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷ നടക്കുക. ഹോൾ ടിക്കറ്റ് മെയ് 3-ാം തീയതി നമ്മുടെ IRBയുടെ പരീക്ഷ നടക്കാനായിട്ട് പോവുക. മെയ് 3-ാം തീയതിയാണ് കേട്ടോ. മെയ് 3-ന് IRBയുടെ പരീക്ഷ നടക്കും. മെയ് 3-നായിരിക്കും നമ്മുടെ LGSന്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ റിപ്പോർട്ടഡ് വേക്കൻസികൾ 649 ആണെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ 257 വേക്കൻസികളാണ് ഒഴിവുള്ളത്. ബീവ്കോയിൽ 245 വേക്കൻസികളുണ്ട്. KSFയിൽ 85 വേക്കൻസികളും നമുക്ക് നിലവിൽ LGS കമ്പനി ബോർഡിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാനിലും ഒരുപാട് പേര് അന്വേഷണം ചെയ്യുന്ന വേക്കൻസിയാണ്. തിരുവനന്തപുരത്ത് 127 വേക്കൻസികളാണ്. കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയത് 324 പേർക്കാണ്. കൊല്ലത്ത് 49 വേക്കൻസികളാണ്. കഴിഞ്ഞ പ്രാവശ്യം 308 അഡ്വൈസുകളാണ് പോയിട്ടുള്ളായിരുന്നത്. ആലപ്പുഴ 64, കഴിഞ്ഞ പ്രാവശ്യം 188, പത്തനംതിട്ട 44, കഴിഞ്ഞ പ്രാവശ്യം 83, കോട്ടയം 33, കഴിഞ്ഞ പ്രാവശ്യം 199, ഇടുക്കി 17, കഴിഞ്ഞ പ്രാവശ്യം 125, എറണാകുളത്താണെങ്കിൽ 63, കഴിഞ്ഞ പ്രാവശ്യം 343, തൃശ്ശൂര് 38, കഴിഞ്ഞ പ്രാവശ്യം 190, പാലക്കാട് 40, കഴിഞ്ഞ പ്രാവശ്യം 200, മലപ്പുറത്ത് 51, കഴിഞ്ഞ പ്രാവശ്യം 265, അതുപോലെ തന്നെ കോഴിക്കോടാണെങ്കിൽ 62, കഴിഞ്ഞ പ്രാവശ്യം 276, അതുപോലെ വയനാടാണെങ്കിൽ 29, കഴിഞ്ഞ പ്രാവശ്യം 78, കണ്ണൂരാണെങ്കിൽ 41, കഴിഞ്ഞ പ്രാവശ്യം 213, കാസർഗോഡ് ആണെങ്കിൽ 12, കഴിഞ്ഞ പ്രാവശ്യം 122. അപ്പൊ ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ. അതിന്റെ ഓൾ വേക്കൻസീസ് വരുമ്പോൾ പിന്നെയും മാറ്റമുണ്ട്. കണ്ടോ 452 ആവുന്നു, ഇവിടെ 210 ആവുന്നു, 101 ആവുന്നു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ ഏകദേശം നല്ല റിപ്പോർട്ട് അല്ലെങ്കിൽ നല്ല അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഒരുപാട് പേര് അന്വേഷിക്കുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. നിങ്ങളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റിപ്പോർട്ടഡ് വേക്കൻസികളാണ് ഞാൻ പറയുന്നത്. നിലവില് തിരുവനന്തപുരത്ത് 25, കൊല്ലം 15, ആലപ്പുഴ 10, പത്തനംതിട്ട 9,
കോട്ടയം 7, ഇടുക്കി റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എറണാകുളത്ത് 40, തൃശ്ശൂർ 46, പാലക്കാട് 36, മലപ്പുറം 40, കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, വയനാട് 4, കണ്ണൂരാണെങ്കിൽ 33, കാസർഗോഡ് ആണെങ്കിൽ 8. അപ്പോൾ ഇതാണ് നിലവിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ റിപ്പോർട്ടഡ് വേക്കൻസീസ്. കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയവരുടെ എണ്ണവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം വേക്കൻസികളുടെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അത് റിസൾട്ട് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന വേക്കൻസികളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം എക്സാക്ട് കണക്കനുസരിച്ചിട്ടുള്ള വേക്കൻസികൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ CPOയുടെ ക്ലാസ് നടക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കൂടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസിന്റെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുകളോട് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.